ഉത്തരാഖണ്ഡിലായിരിക്കുമ്പോൾ ഇച്ചായ 3 ദിവസം ഞങ്ങളുടെ കൂടെ ഇല്ലാണ്ട് വേറൊരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളത് പറയുന്നത് മലയിൽ പോകുന്നതാണ്, ഒരു ഹിൽ റേഞ്ച് ഡ്യൂട്ടിക്കാണ് കേട്ടോ പോകുന്നത്. അതാണ് കേട്ടോ മലയെന്ന് പറയുന്നത്. ഞങ്ങൾ വന്നിടയ്ക്ക് ഇച്ചാൻ ഞങ്ങൾ ആ സ്ഥലം കാണിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. നല്ല ഹൈറ്റിലാണ് ആ ഒരു സ്ഥലം. എന്തായാലും അവിടുത്തെ ഡ്യൂട്ടിക്ക് 3 ദിവസം സ്റ്റേ ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ 3 ദിവസം ഞങ്ങൾക്ക് ഭയങ്കരധികം വല്ലാത്ത വിഷമവും സങ്കടമൊക്കെയാണ് കേട്ടോ ഇച്ചാനില്ലെന്ന് പറയും. റൊട്ടേഷൻ ബേസിലാണ് കേട്ടോ ഈ ഡ്യൂട്ടി വരുന്നത്. ഇപ്പോൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ അതിനൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത മലയിൽ പോക്കുള്ളൂ. ഇന്നത്തെ മോർണിംഗ് എന്ന് വെച്ചാൽ ഇച്ചാൻ ആ സെയിം മലയിൽ പോകുന്നതിൻ്റെ മോർണിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ആക്കും. ഇച്ചാൻ ഉച്ചക്കത്തെ ലഞ്ചും കൊടുക്കും. ലഞ്ചിന് നമ്മുടെ വെജ് ബിരിയാണിയാണ്. അതാണ് കേട്ടോ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എഗ്ഗ് മുട്ടക്കറി ഞാൻ ആക്കുവാണ് കേട്ടോ. തലേ ദിവസം മാവൊക്കെ എല്ലാം സെറ്റാക്കി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന്. കാരണം ഇവിടെ തണുപ്പ് കാരണം കുറച്ച് നേരത്തെ മാവൊക്കെ ആട്ടിയാൽ മാത്രമേ ആ പുളിച്ചെല്ലാമായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഉച്ചയാകുമ്പോഴേ മാവാട്ടി വെക്കും ഒരു ദിവസം. ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റാണ്. എൻ്റെ മുമ്പിൽ ഒരു 1.5 മണിക്കൂർ എനിക്ക് കിട്ടത്തുള്ളൂ ഇതെല്ലാം ആക്കാൻ. ഞാൻ ഈ ഒരു ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ അന്നാണ് എനിക്ക് രാവിലെ എണീക്കുന്നതിനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം രാവിലെ തന്നെ ആക്കേണ്ടി വരുന്നത്. എല്ലാ ദിവസം എനിക്കെല്ലാം ഭയങ്കര സിമ്പിളാണ്. കാരണം അപ്പോഴപ്പോഴാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒലിവർ എണീറ്റു. അവനെ ഞാൻ ഈ ചായൻ്റെ അടുത്ത് ടാറ്റ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അവനെ ഞാൻ ഫോൺ കൊടുത്തിട്ടൊന്ന് ഇരുത്തിയൊക്കെയാണ്. തിരിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫോൺ ഞാൻ പതുക്കെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ അവനെയും കൊണ്ടുപോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് മലയിലേക്ക് ആസ്വദിക്കുക. നല്ല വെയിലൊക്കെയാണ് കേട്ടോ. അവൻ അതും ഇതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി എനിക്ക് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം ചൂടോട് ചുട്ടെടുക്കുമ്പോഴാണ് കഴിക്കാനായിട്ട് പറ്റുക. അപ്പോൾ എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇനി ലഞ്ചാനും കൊടുത്തിട്ട് ലഞ്ച് ചെയ്യാൻ കേട്ടോ ഞങ്ങളുടെയും ലഞ്ച്. ഇപ്പോൾ രാവിലെ എനിക്ക് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ട് ഇനി പണിയില്ല. അങ്ങനെ ഒരു ഗുണം ഇനിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഫ്രം മംഗലാചിന മൈസ്റ്റർ.